നമസ്കാരം. വീണ്ടും ഒരു വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കാനാവിലെ കല്യാണ നാളിലെ അത്ഭുതത്തെ ധ്യാനിച്ചുകൊണ്ടാണ് എല്ലാ തവണയും വലിയ നോമ്പ് ആരംഭിക്കുന്നത്. ദുഃഖകരമായ ഒരു പരിതസ്ഥിതിയിലേക്ക് പോകേണ്ടിയിരുന്ന ആ കല്യാണ വീടിന്റെ പരിസരം ശുഭകരമായ ഒരു പര്യവസാനത്തിലേക്ക് പരിണമിക്കുകയാണ്. മനോഹര കാഴ്ചയുടെ ഓർമ്മകളിലൂടെയാണ് നാം നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിത പരിസരങ്ങളിലും ഒരു ഗുണപരമായ പരിവർത്തനം ഉണ്ടാകണമേ എന്ന നിറഞ്ഞ പ്രാർത്ഥനയോടെ. സുറിയാനി പാരമ്പര്യത്തിൽ നോമ്പിന്റെ 1-ാം നാൾ കാനാവിലെ കല്യാണ വിരുന്നാണ് വിഷയം. നോമ്പിലെ 40 ദിവസങ്ങൾ പൂർത്തീകരിച്ച് 41-ാം ദിവസമാകട്ടെ ബഥാന്യയിലെ ലാസറിന്റെ ഉയർപ്പിന്റെ സ്മരണയുമായാണ് ഹോശാന പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത്. ശരിക്കും നോമ്പിന്റെ 40 നാളുകളുടെ തുടക്കവും ഒടുക്കവുമായി കാനാവിലെ കല്യാണ വിരുന്ന് ലാസറിന്റെ ഉയർപ്പും വരുന്നതിൽ ഒരു കൗതുകമാണ് ഉള്ളത്. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് യോഹന്നാന്റെ രചനാരീതി. തിരുപ്പിറവിയുടെ അതിശയ വർണ്ണനകളൊന്നും കൂടാതെയാണ് യോഹന്നാൻ ആരംഭിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ദൈവികതയെ ഊന്നിപ്പറയുവാൻ ഞാനാകുന്നു എന്ന 7 പ്രഖ്യാപനങ്ങളും ഒപ്പം 7 അടയാളങ്ങളും പ്രത്യേകമായി ഈ 4-ാം സുവിശേഷത്തിലുണ്ട്. 7 sayings and 7 signs. ഇതിൽ 7 അടയാളങ്ങളിൽ ആദ്യത്തേതാണ് കാനാവിലെ കല്യാണം, അവസാനത്തേതാണ് ലാസറിന്റെ ഉയർപ്പ്. അതിന്റെ ക്രമം വിചിത്രമാണ്. കാനാവിലെ കല്യാണം, രാജഭൃത്യന്റെ മകന്റെ സൗഖ്യം, കുളക്കരയിലെ പക്ഷവാതക്കാരന്റെ വിമോചനം, 5 അപ്പം കൊണ്ട് അനേകരുടെ വിശപ്പ് നീക്കിയത്, വെള്ളത്തിന്റെ മീതെ നടന്നത്, ജന്മനാ കുരുടനായിരുന്നവൻ കാഴ്ച പ്രാപിച്ചത്, ലാസറിന്റെ ഉയർപ്പ്. ഇങ്ങനെയാണ് ആ ക്രമം. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ആരോഹണ പടവുകളായി ധ്യാനിക്കാവുന്നവയാണ് ഓരോന്നും. ആദ്യ അടയാളത്തിൽ 6 പാത്രം വെള്ളം വീഞ്ഞായപ്പോൾ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവസാന അടയാളത്തിൽ ലാസറിന്റെ സഹോദരി മാർത്തയോട് യേശു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ശരിക്കും കടുകുമണിയോളം മതി പ്രിയരെ വിശ്വാസം. അതിന്റെ പൊട്ടൻഷ്യൽ തന്നെ എത്ര വലുതാണ്. സത്യമായും നാം സംരക്ഷിക്കുന്ന ദൈവത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിലേക്കുള്ള നമ്മുടെ വിശ്വാസം തിരികെ പിടിക്കാനുള്ള നല്ല നേരമാണ് ഈ നോമ്പുകാലം. അല്പവിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അപ്പുറം ഇനിയും ഏറെ ആഴം അവന്റെ സ്നേഹകാരുണ്യങ്ങൾക്കുണ്ടെന്നറിയുവാനും അതിലേക്ക് ഇറങ്ങി വരുവാനുമുള്ള വിശ്വാസത്തിന്റെ ധൈര്യം ഈ നാളുകളിൽ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാം. ഈ നോമ്പുകാലം അതിന് സഹായകരമാണ്. നമസ്കാരം.